കോട്ടപ്പകൊണ്ട ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയ്ക്കുള്ളിലെ ഒരു ചെറിയ നഗരമായ കോട്ടപ്പകൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന ആദരണീയമായ ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടതാണ്. കൂടാതെ പ്രദേശത്തെ ശൈവ വിശ്വാസികൾക്ക് ഏറ്റവും അത്യാവശ്യമായ തീർത്ഥാടന സൗകര്യങ്ങളിൽ ഒന്നാണ് ഇത്. BC 2-ാം നൂറ്റാണ്ടിൽ ശതവാഹന രാജവംശത്തിലുടനീളം ക്ഷേത്രം ചില ഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടു. കൂടാതെ നിരവധി പുനരുദ്ധാരണങ്ങളിലൂടെയും പുനർനിർമ്മാണങ്ങളിലൂടെയും കടന്നുപോയി എന്ന ആശയമുണ്ട്. കോട്ടപ്പകൊണ്ട ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ വിവരങ്ങൾ BC 2-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ശതവാഹന രാജവംശത്തിന്റെ കാലത്താണ്. ഐതിഹ്യമനുസരിച്ച് മതേതരമല്ലാത്ത ശൈവനായി വളർന്ന ഹരിഹര ബുക്ക രായലു എന്ന രാജാവിന്റെ സഹായത്തോടെയാണ് ക്ഷേത്രം പരിഷ്കരിച്ചത്. ത്രികൂടാദ്രി പർവ്വതത്തിൽ തന്റെ ബഹുമാനാർത്ഥം ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ ശിവനെ അറിയിച്ചതായി അദ്ദേഹം സ്വപ്നം കണ്ടതായി പറയപ്പെടുന്നു. താമസിയാതെ രാജാവ് ശിവന്റെ കൽപ്പന നിറവേറ്റാൻ പുറപ്പെട്ടു. ക്ഷേത്രം വേഗത്തിൽ പണിയാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി ക്ഷേത്രം നിരവധി പുനരുദ്ധാരണങ്ങൾക്കും പുനർനിർമ്മാണങ്ങൾക്കും വിധേയമായി. കാരണം വ്യത്യസ്ത ഭരണാധികാരികളും ഉപഭോക്താക്കളും അവരുടെ പൊതു സംഭാവനകൾ ഈ ഘടനയിൽ കൂട്ടിച്ചേർത്തു. AD 12-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം ഭരിച്ചിരുന്ന കാകതീയ രാജവംശത്തിന്റെ ഉപയോഗപ്രദമായ വിഭവം ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടിച്ചേർക്കലുകളിൽ ഒന്നാണ് ഇത്. അവർ ക്ഷേത്രത്തിൽ നിരവധി ഉപദേവാലയങ്ങൾ കൂട്ടിച്ചേർക്കുകയും കൂടാതെ മുഖമണ്ഡപം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ ഹാൾ നിർമ്മിക്കുകയും ചെയ്തു. അത് ഇന്നും ഉപയോഗത്തിലുണ്ട്. 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ ഈ പ്രദേശത്ത് ആധിപത്യം പുലർത്തിയ വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് ക്ഷേത്രത്തിന് ഒരു പ്രധാന നവീകരണം നടത്തി. സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികൾ മാനവികതയുടെയും രൂപത്തിന്റെയും ശ്രദ്ധേയരായ ഉപഭോക്താക്കളായിരുന്നു. അവർ ക്ഷേത്ര സമുച്ചയത്തിൽ നിരവധി മാസ്റ്റർ പീസുകൾ നിർമ്മിച്ചു. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ അവർ ഒരു അത്ഭുതകരമായ ഗോപുരം അവതരിപ്പിച്ചു. അത് ഇപ്പോഴും സ്ഥലത്തിനുള്ളിലെ ദ്രാവിഡ രൂപത്തിന്റെ അസാധാരണമായ ഉദാഹരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. മലകയറാനുള്ള വഴിയിൽ നമുക്ക് ധാരാളം കാക്കകളെ കാണാമെങ്കിലും കുന്നിൽ ഒരു കാക്കയെപ്പോലും കാണാൻ കഴിയില്ല. കാക്കകൾ ഈ കുന്ന് കയറി വന്നതായി ഇതുവരെ രേഖകളില്ല. കൈലാസത്തിന്റെ അധിപനായ ശിവൻ ത്രികോടേശ്വരന്റെ രൂപത്തിലുള്ള ഒരു ദിവ്യ സങ്കേതമാണ് ഈ കുന്ന്. യെല്ലമണ്ട കോട്ടയായി ഭക്തജനങ്ങളുടെ പ്രിയങ്കരനായ പരമശിവൻ കോട്ടപ്പകൊണ്ടയിൽ കുടികൊള്ളുകയും ഭക്തരുടെ തേൽ തങ്കമായി വിരാജിക്കുകയും ചെയ്യുന്നു. ഐതിഹ്യമനുസരിച്ച് ദക്ഷയജ്ഞം തകർത്ത് ശിവൻ ഒരു കൊച്ചുകുട്ടിയായി രൂപാന്തരപ്പെട്ടു. ദക്ഷിണാമൂർത്തി കൈലാസത്തിൽ കഠിന തപസ്സിലിരിക്കുമ്പോൾ ബ്രഹ്മാവ് ദേവതകളോടൊപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയെ സന്ദർശിച്ച് അവരെ പ്രകാശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ബ്രാഹ്മണർ ത്രികൂടാചലത്തിൽ എത്തുമ്പോൾ അവർക്ക് ജ്ഞാനം നൽകുമെന്ന് ശിവൻ പറഞ്ഞു. ബ്രഹ്മാവ് ത്രികൂടാചലത്തിൽ വന്ന് ശിവനിൽ നിന്ന് ജ്ഞാനോദയം നേടി. ഈ സ്ഥലത്തെ ക്ഷേത്രത്തെ പഴയ കോട്ടപ്പ ക്ഷേത്രം ഗുഡി എന്നാണ് വിളിക്കുന്നത്. ആന്തരിക ലിംഗത്തിന് ഒരടി ഉയരമുണ്ട്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയെ രുദ്ര കൊടുമുടി എന്നാണ് വിളിക്കുന്നത്. മഹാവിഷ്ണു ഇവിടെ ശിവനുവേണ്ടി തപസ് ചെയ്തു എന്നാണ് വിശ്വാസം. പാപനാശേശ്വര ക്ഷേത്രവും പാപനാശ തീർത്ഥവും ഇവിടെയാണ്. രുദ്രയുടെ തെക്കുപടിഞ്ഞാറൻ കൊടുമുടിക്ക് നൽകിയ പേരാണ് ബ്രഹ്മശിഖരം. ശിഖരങ്ങളിൽ സ്വയമേവയുള്ള ജ്യോതിർലിംഗങ്ങൾ ഉണ്ടാകുമെന്നും ഈ കൊടുമുടിയിൽ ഒന്നുമില്ലെന്നും രുദ്രവിഷ്ണു വിഷമിക്കുന്നു. ഇതാണ് ബ്രഹ്മശിഖരം. ഇവിടെയാണ് ത്രികോടേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യം ബ്രഹ്മാദി ദേവന്മാരും എല്ലാ ഉപബോധങ്ങളും ഇവിടെ ശിവനെ വലയം ചെയ്തു. അതിനാൽ ഈ പേര്. മറ്റൊരു വിവരണമനുസരിച്ച് യാദവനായ സുന്ദുടു തന്റെ ഭാര്യ കുന്തിരിയോടൊപ്പം ത്രികൂട പർവ്വതങ്ങളുടെ തെക്കുഭാഗത്തുള്ള കൊണ്ടകാവൂരിൽ താമസിച്ചിരുന്നു. അവരുടെ ആദ്യത്തെ കുട്ടിയായ ആനന്ദവല്ലി എന്ന സുന്ദരിയായ മകൾ ജനിച്ചപ്പോൾ തന്നെ അവർ സമ്പന്നരായി. പതിയെ അവൾ ശിവഭക്തയായി. മലമുകളിലെ പഴയ കോട്ടേശ്വര ക്ഷേത്രത്തിൽ രുദ്രപ്രാർത്ഥന തുടങ്ങി. ഒടുവിൽ അവൾക്ക് അവളുടെ ശാരീരിക ജീവിതത്തിൽ താൽപര്യം നഷ്ടപ്പെട്ടു. അവൾ എല്ലാ ദിവസവും രുദ്രമല സന്ദർശിക്കാറുണ്ടായിരുന്നു. വേനലിലും തപസ്സു ചെയ്തു. അവളുടെ തപസ്സിൽ സന്തുഷ്ടനായ പരമശിവൻ അവളുടെ മുന്നിൽ ജംഗമദേവനായി പ്രത്യക്ഷപ്പെടുകയും അവൾ കന്യകയാണെങ്കിലും ഗർഭിണിയാകാൻ അനുഗ്രഹിക്കുകയും ഭൗതിക ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടാക്കുകയും ചെയ്യുന്നു. ഗർഭിണിയായ കാര്യം ഗൗനിക്കാതെ അവൾ പതിവ് പോലെ നിത്യപ്രാർത്ഥന തുടർന്നു. അവളുടെ അഗാധമായ ഭക്തി നിമിത്തം ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആരാധനയ്ക്കായി കുന്നുകയറാനും ഇറങ്ങാനും തനിക്ക് ബുദ്ധിമുട്ടേണ്ടതില്ലെന്ന് അവളോട് പറഞ്ഞു. അവളുടെ വീട്ടിൽ വരാമെന്ന് വാക്ക് കൊടുത്ത് വീട്ടിലേക്ക് പോകാൻ ആജ്ഞാപിച്ചു. എന്നിരുന്നാലും വീട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കരുതെന്ന് അദ്ദേഹം ഉപദേശിച്ചു. രുദ്രമലയിൽ നിന്ന് ആനന്ദവല്ലി തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ബ്രഹ്മകുന്നിൽ എത്തിയപ്പോൾ സംശയം തോന്നി തിരിഞ്ഞു നടന്നു. അവൾക്ക് നൽകിയ വാഗ്ദാനം ഉപേക്ഷിച്ച് അവൾ പിൻവാങ്ങിയ നിമിഷം ജംഗം ദൈവത്തിന്റെ കുന്നിലെ ഒരു ഗുഹയിൽ പ്രവേശിച്ച് ഭഗവാൻ ലിംഗമായി. പുതിയ കോട്ടേശ്വര ക്ഷേത്രം എന്നാണ് ഈ പുണ്യസ്ഥലം അറിയപ്പെടുന്നത്. അവളുടെ ഭക്തി പരിശോധിക്കാൻ തന്റെ ഗർഭപാത്രം അവന്റെ സൃഷ്ടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ദൈവത്തിൽ ഐക്യപ്പെട്ടു. ക്ഷേത്രത്തിന്റെ താഴെയാണ് ഗൊല്ലഭാമ ഗുഡി നിർമ്മിച്ചിരിക്കുന്നത്. സാലങ്കയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നാണ് പ്രാദേശിക ഐതിഹ്യം. ഈ കുന്നിൻ മുകളിൽ ഏത് കോണിൽ നിന്നും നോക്കിയാലും 3 കൊടുമുടികൾ കാണാം. അതിനാൽ ത്രികൂടാചലമണി എന്ന പേര് ലഭിച്ചു. അങ്ങനെ ഇവിടുത്തെ സ്വാമി ത്രികൂടാചലേശ്വരനായി. ഈ 3 കൊടുമുടികൾ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും രുദ്രന്റെയും രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു.
പരേതനായ ചോള രാജാവായിരുന്ന കുലോത്തുംഗ ചോള രാജാവിന്റെയും സാമന്ത പ്രഭുവായ മുരങ്ങിനായുവിന്റെയും ലിഖിതങ്ങൾ പ്രകാരം ചരിത്രപ്രസിദ്ധമായ ത്രികോടേശ്വര ക്ഷേത്രം AD 1172 മുതലുള്ളതാണ്. ഇവിടം ഭരിച്ചിരുന്ന നിരവധി രാജാക്കന്മാരിൽ ഒരാളായ ശ്രീകൃഷ്ണദേവരായർ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ധാരാളം ഭൂമി ദാനം ചെയ്തു. നരസറോപേട്ട, ചിലക്കലൂരിപേട്ട്, അമരാവതി തുടങ്ങിയ സ്ഥലങ്ങളിലെ ജമീന്ദർമാർ ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രത്തിന്റെ വികസനത്തിനായി വിവിധ സംഭാവനകൾ നൽകി. കോട്ടപ്പ കുന്നിന് 1587 അടി ഉയരമുണ്ട്. 600 അടി ഉയരത്തിലാണ് ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. AD 1761 നരസറോപേട്ടിലെ ജന്മിയായ ശ്രീ രാജമൽരാജു നരസിംഹരായണിയാണ് ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രം പണിതത്. നരസറോപേട്ട് കോളനിക്കാരും രാജമൽരാജു രാജവംശങ്ങളും ക്ഷേത്രത്തിന്റെ സ്ഥിരം ട്രസ്റ്റിമാരായിരുന്നു. കൂടാതെ ഭക്തർക്ക് നിരവധി സൗകര്യങ്ങൾ ഒരുക്കി. വികസനം. ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രത്തിലെത്താൻ ആളുകൾ പൊതുവെ ഉപയോഗിക്കുന്നത് രാജമൽരാജു നരസിംഹരായസ് നിർമ്മിച്ച ഗോവണികളാണ്. 1999 കോടേല ശിവപ്രസാദറാവു മന്ത്രിയായിരിക്കെയാണ് വാഹനങ്ങളിൽ പോകാനായി ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നല്ലൊരു ചുരം റോഡ് നിർമ്മിച്ചത്. ഘട്ട് റോഡിന്റെ തുടക്കത്തിലാണ് വിജയ ഗണപതി, സായിബാബ ക്ഷേത്രങ്ങൾ. റോഡിനിരുവശവും മനോഹരമായ പൂന്തോട്ടങ്ങൾ, തോവയിലെ ഒരു മ്യൂസിയം, ഒരു മാൻ പാർക്ക്, ഒരു തടാകം, മധ്യത്തിൽ ധ്യാനിക്കുന്ന ശ്രീകൃഷ്ണ പ്രതിമ. ബ്രഹ്മാവിന്റെയും ലക്ഷ്മിനാരായണന്മാരുടെയും ഗണപതിയുടെയും 3 ദേവതകളുടെയും പ്രതിമകൾ. ലക്ഷ്മി, സരസ്വതി, പാർവതി അകലെ നിന്ന് ആകർഷിക്കുന്നു. ഏറ്റവും പുതിയ സന്ദർഭങ്ങളിൽ ആന്ധ്രാപ്രദേശ് അധികാരികളുടെ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ക്ഷേത്രം പരിപാലിക്കുന്നത്. ക്ഷേത്രത്തിന്റെ രേഖകൾ സംരക്ഷിക്കുന്നതിനായി അവർ നിരവധി വീണ്ടെടുക്കൽ ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ ഭക്തരുടെ സൗകര്യാർത്ഥം നിരവധി കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വഴി ഈ ക്ഷേത്രത്തിന്റെ പരിപാലനം നടത്തുന്നത്. കോട്ടപ്പകൊണ്ട ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രം ദ്രാവിഡ, ബുദ്ധവാസ്തുവിദ്യാ മാതൃകകളുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഈ ക്ഷേത്രം പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ചതാണ്. കൂടാതെ ദേവതകൾ, മൃഗങ്ങൾ, ഐതിഹാസിക ജീവികൾ എന്നിവയുടെ സങ്കീർണമായ കൊത്തുപണികളുണ്ട്. നിരവധി ഉപദേവാലയങ്ങളും ഹാളുകളും മറ്റ് സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ക്ഷേത്ര സമുച്ചയം നിരവധി ഏക്കറുകളിലായി വികസിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം അതിന്റെ ഗോപുരമാണ്. ഇത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സങ്കീർണമാണ്. ഗോപുരത്തിന് 35 മീറ്റർ ഉയരമുണ്ട്. കൂടാതെ ദേവന്മാരുടെയും ദേവതകളുടെയും കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നിരവധി ശ്രേണികളായി തിരിച്ചിരിക്കുന്നു. അവയിൽ ഓരോന്നിനും അതിന്റേതായ പ്രത്യേക ഡിസൈനുകളും ഉണ്ട്. കൂടാതെ ക്ഷേത്രത്തിൽ നിരവധി ഉപദേവാലയങ്ങളുണ്ട്. അവയിൽ ഓരോന്നും ഒരു പ്രത്യേക ദേവതയ്ക്കോ സ്വർഗീയ ജീവിക്കോ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. സുബ്രഹ്മണ്യ ഭഗവാൻ, പാർവതി ദേവി, ഗണേശൻ, ഭഗവാൻ ഹനുമാൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്നവയാണ് ഏറ്റവും മികച്ച ഉപക്ഷേത്രങ്ങളിൽ ചിലത്. ഓരോ ഉപക്ഷേത്രത്തിനും അതിന്റേതായ പ്രത്യേക വാസ്തുവിദ്യയും രൂപരേഖയുമുണ്ട്. ഇത് നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തെ രൂപപ്പെടുത്തിയ നിരവധി സാംസ്കാരിക സ്വാധീനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും നിർണായകമായ ഉത്സവമാണിത്. ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത്. കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് നൂറുകണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. മന്ത്രങ്ങളുടെ ജപം, പ്രാർത്ഥനകൾ നൽകൽ, നിരവധി ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും മൊത്തത്തിലുള്ള ചടങ്ങുകൾ കൊണ്ട് ഭക്തിസാന്ദ്രമാണ് ഇവിടം. നവരാത്രി, സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ ആഘോഷിക്കുന്ന 9 ദിവസത്തെ ഉത്സവമാണിത്. ഇത് ദൈവിക സ്ത്രീ ഊർജ്ജത്തെ അല്ലെങ്കിൽ ശക്തിയെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കുന്നു. വിനായക ചതുർത്ഥി, ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ഉത്സവം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്നു. ഗണപതിയുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുക, പ്രാർത്ഥനകൾ നൽകൽ, വിവിധ ആചാരങ്ങളുടെയും ചടങ്ങുകളുടെയും ആഘോഷങ്ങൾ എന്നിവയിലൂടെ ഉത്സവം നടക്കുന്നു. കാർത്തിക മാസം, നവംബർ മാസത്തിനുള്ളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു മാസം നീണ്ടുനിൽക്കുന്ന ഉത്സവമാണിത്. ആരാധനയ്ക്കും ഭക്തിക്കും തികച്ചും അനുകൂലമായ സമയമാണിത്. പ്രാർത്ഥനകൾ, വിളക്ക് തെളിയിക്കൽ, വിവിധ ആചാരങ്ങളുടെയും ചടങ്ങുകളും എന്നിവയിലൂടെ ഉത്സവം അടയാളപ്പെടുത്തുന്നത്. പ്രധാന ഉത്സവങ്ങൾ കൂടാതെ ഉഗാദി, ദീപാവലി, ക്രിസ്മസ് എന്നിവയ്ക്കൊപ്പം 12 മാസങ്ങളിലും ക്ഷേത്രം നിരവധി വ്യത്യസ്ത ഉത്സവങ്ങൾ ആഘോഷിക്കുന്നു. പ്രാർത്ഥനകൾ അവതരിപ്പിക്കുക, സാംസ്കാരിക പാക്കേജുകളുടെയും പ്രകടനങ്ങളുടെയും മൊത്തത്തിലുള്ള പ്രകടനം, ഭക്തർക്ക് പ്രസാദം അല്ലെങ്കിൽ അനുഗ്രഹീത ഭക്ഷണം വിതരണം എന്നിവയിലൂടെയാണ് മേളകൾ അടയാളപ്പെടുത്തുന്നത്. ശ്രീ ത്രികോടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ വിമാനമാർഗം വിജയവാഡ അന്താരാഷ്ട്ര വിമാനത്താവളം 108 കിലോമീറ്റർ, ട്രെയിനിൽ നരസറോപേട്ട് 16 കിലോമീറ്റർ, ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ 55 കിലോമീറ്റർ, ബസ് വഴി നരസറോപേട്ട് 15 കിലോമീറ്റർ, ചിലക്കലൂരിപേട്ട 9 കിലോമീറ്റർ.